Hello മക്കളെ, അപ്പോൾ മിസ്സിൻ്റെ മക്കൾക്ക് എല്ലാവർക്കും നമ്മുടെ വൈ ക്ലാസിഫിക്കേഷനിലെ തരംതിരിക്കുന്നത് എന്തിന് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ ടോപ്പ് 10 സീരീസിലേക്ക് സ്വാഗതം. അപ്പം ഇവിടെ നമ്മൾ വൈ ക്ലാസിഫിക്കേഷനിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 10 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്ക് ഒട്ടും സമയം കളയാതെ തന്നെ നമ്മൾ വേഗം നമ്മുടെ ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. അത് മാത്രമല്ല, ലാസ്റ്റ് എൻ്റെ കുട്ടികൾക്ക് കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മിസ് ഒരു ക്വസ്റ്റ്യനും കൂടി വെക്കുന്നുണ്ടാവും. അത് കറക്റ്റായിട്ട് തന്നെ കമൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പം നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് Cocos nucifera. Okay, Cocos nucifera is the scientific name of coconut. Identify the level of classification in the underlined part. അപ്പോൾ ഇവിടെ കോക്കോസ് എന്ന് പറയുന്ന ഭാഗം എന്ത് ചെയ്തിട്ടുണ്ട്? അടിവരയിട്ടിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഈ കോക്കോസ് ന്യൂസിഫെറ എന്ന് പറയുന്നത് നമ്മുടെ കോക്കനട്ട്, നമ്മുടെ തെങ്ങിൻ്റെ എന്താണ് ശാസ്ത്രീയ നാമമാണ്. അതിൽ കോക്കോസിൻ്റെ വർഗീകരണ തലം ഏത് എന്നാണ് നമ്മളോട് ചോദ്യം. ഏതാണ്? അപ്പോൾ നമുക്കറിയാം, ഒരു സയൻറ്റിഫിക് നെയിം അല്ലെങ്കിൽ ഒരു ശാസ്ത്രീയ നാമം ഉണ്ടെങ്കിൽ അതിലെ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത്, ഒന്നാം പദം എന്ന് പറയുന്നത് അതിൻ്റെ ജീനസ് നെയിം ആയിരിക്കും, രണ്ടാമത്തത് സ്പീഷീസ് ആയിരിക്കും. അപ്പോൾ ഇവിടെ കോക്കോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? അതിൻ്റെ ഒന്നാം പദമാണല്ലേ. അപ്പോൾ ഇതെന്താണ്? കോക്കോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജീനസ് നെയിമാണ്, ജീനസ് നെയിം. റെഡി? ഇനി നമ്മൾ കോക്കോസ് എന്ന് പറഞ്ഞാൽ ജീനസ് നെയിമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, കറക്റ്റ് ദ മിസ്റ്റേക്സ് ഇഫ് എനി ഇൻ ദ അണ്ടർലൈൻഡ് പാർട്ട് ഓഫ് ദ ഗിവൺ സ്റ്റേറ്റ്മെൻറ്റ്സ്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നതിൽ അടിവരയിട്ട ഭാഗത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ മാത്രം തിരുത്തിയാൽ മതി. മിസ്റ്റേക്ക് ഒന്നും ഇല്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ തിരുത്താൻ നിൽക്കണ്ട. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, ബൈനോമിയൽ നോമൻക്ലേച്ചർ ഇസ് ദ മെത്തേഡ് ഓഫ് ഗിവിംഗ് സയൻറ്റിഫിക് നെയിം ടു ഓർഗാനിസംസ്. ശരിയാണല്ലേ? ജീവികൾക്ക് ശാസ്ത്രീയമായി പേര് നൽകുന്ന രീതിയാണ് ദ്വിനാമ പദ്ധതി. അപ്പോൾ അവിടെ അടിവരയിട്ടിരിക്കുന്നത് ബൈനോമിയൽ നോമൻക്ലേച്ചറിലാണ്. പക്ഷേ അവിടെ നമുക്ക് തിരുത്താനൊന്നുമില്ല, അത് ശരിയാണ്. അപ്പോൾ നമ്മൾ അടുത്ത ഇതിലേക്ക് പോവുകയാണ്. റോബർട്ട് ബ്രൗൺ ഇൻട്രൊഡ്യൂസ്ഡ് ബൈനോമിയൽ നോമൻക്ലേച്ചർ. റോബർട്ട് ബ്രൗൺ ആണോ മക്കളെ നമ്മളുടെ ദ്വിനാമ പദ്ധതിയുടെ ഉപജ്ഞാതാവ്? അപ്പോൾ അവിടെ എന്തോ ഒരു പ്രശ്നമുണ്ടല്ലേ. അപ്പോൾ അവിടെ എന്താണ്? റോബർട്ട് ബ്രൗൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ന്യൂക്ലിയസ് കണ്ടുപിടിച്ച ആളാണ് അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ റോബർട്ട് ബ്രൗണിനെ തിരുത്തുന്നു. എന്നിട്ട് നമ്മൾ എന്തെഴുതും? കാൾ ലിനേയസ്. അപ്പോൾ കാൾ ലിനേയസ് ആണ് എന്ത് ചെയ്തത്? നമ്മുടെ ബൈനോമിയൽ നോമൻക്ലേച്ചർ അല്ലെങ്കിൽ ദ്വിനാമ പദ്ധതി എന്ന് പറയുന്ന ഒരു സംഭവം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇത് നമ്മൾ അടുത്തത്, അക്കോർഡിംഗ് ടു ബൈനോമിയൽ നോമൻക്ലേച്ചർ സയൻറ്റിഫിക് നെയിം ഓഫ് കാറ്റ് ഇസ് ഫെലിസ് ഡൊമസ്റ്റിക്കസ്. തെറ്റൊന്നുമില്ലല്ലോ അല്ലേ? കാറ്റിൻ്റെ അല്ലെ നമ്മുടെ പൂച്ചയുടെ ശാസ്ത്രീയ നാമമാണ് എന്ത് പറയുന്നത്? ഫെലിസ് ഡൊമസ്റ്റിക്കസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ശരിയാണ്. അപ്പോൾ അവിടെ നമ്മൾ തിരുത്തണ്ട. അപ്പോൾ അവിടെ നമുക്ക് ശരിയാക്കാൻ ഒരൊറ്റ സ്റ്റേറ്റ്മെൻറ്റേ ഉണ്ടായിരുന്നുള്ളൂ, ഒരൊറ്റ പ്രസ്താവന ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ 1 മാർക്ക് കിട്ടി. ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ് പെയർ ഫ്രം ദ ഫോളോയിങ്. എഗെയിൻ ഒരു 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ തന്നിരിക്കുന്നതിൽ നിന്ന് ശരിയായ ജോഡി ഏതാണെന്ന് നമ്മൾ എന്ത് ചെയ്യണം? തിരഞ്ഞെടുത്ത് എഴുതണം. ഓക്കെ, അപ്പോൾ ഇതൊരു 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് മിസ് കരുതുന്നു ഇവിടെ ചിലപ്പോൾ ഒരു കറക്റ്റ് പെയർ ഉണ്ടാവുള്ളൂ. ഓക്കെ, റോബർട്ട് ഹൂക്ക് ഡിസ്കവേർഡ് ന്യൂക്ലിയസ് ആണോ? അല്ല, നമ്മൾ തൊട്ട് മുന്നത്തെ ക്വസ്റ്റ്യനിലും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു റോബർട്ട് ബ്രൗൺ ആണ് ന്യൂക്ലിയസ്. അപ്പോൾ റോബർട്ട് ഹൂക്ക് എന്താണ്? ആദ്യമായിട്ട് സെല്ല് കണ്ടുപിടിച്ച ആളാണ് നമ്മളുടെ റോബർട്ട് ഹൂക്ക്. ആദ്യമായിട്ട് അദ്ദേഹം കോശത്തിനെ കണ്ടു, പക്ഷെ അതൊരു ജീവനുള്ള കോശമല്ല, ഡെഡ് സെല്ലായിരുന്നു. ദെൻ റോബർട്ട് എച്ച് വിറ്റേക്കർ, 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ അല്ലേ. RH വിറ്റേക്കറാണ് നമ്മളുടെ 5 തലത്തിലുള്ള ആ ഒരു വർഗീകരണ തലം കൊണ്ടുവന്നത്. ഏതൊക്കെയാണ് നമ്മളുടെ മൊനീറ, പ്രൊട്ടസ്റ്റ, ഫംഗൈ, പ്ലാന്റേ, അനിമേലിയ. ഇങ്ങനെ 5 തലത്തിലുള്ള അല്ലെങ്കിൽ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്നത് RH വിറ്റേക്കറാണ്. അപ്പോൾ അത് ശരിയാണ്. ഇനി അടുത്തത്, MJ ഷ്ലൈഡൻ, അനിമൽ ബോഡീസ് മെയ്ഡ് അപ്പ് ഓഫ് സെൽസ്. ജന്തു ശരീരം കോശങ്ങൾ കൊണ്ട് നിർമ്മിതമാണെന്ന് പറഞ്ഞത് ഷ്ലൈഡൻ ആണോ? അല്ല, അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അത് പ്ലാൻ സെൽസിനെ കുറിച്ചാണ് അല്ലെ, പ്ലാൻ ബോഡീനെ കുറിച്ചാണ് അല്ലേ. ഇത് പറഞ്ഞത് ആരാണ്? നമ്മുടെ ശ്വാനാണ്. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. അപ്പോൾ നമുക്ക് 1 മാർക്ക് കിട്ടി. ഇനി നമ്മളിതേ വീണ്ടും അടുത്ത 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇവിടെയൊക്കെ നിങ്ങൾ നോക്കാം, ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഒരു 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ കൂടെ നമ്മൾ ഇതിനകത്ത് നിന്ന് എത്ര ക്വസ്റ്റ്യൻസ് പഠിച്ചു? റോബർട്ട് ഹുക്ക് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് സെല്ല് കണ്ട ആളാണ്, പക്ഷെ അതൊരു ഡെഡ് സെല്ലാണ് എന്ന് പറയുന്ന ഒരു കാര്യം നമ്മൾ പഠിച്ചു അല്ലേ. അപ്പോൾ ന്യൂക്ലിയസിനെ ഡിസ്കവർ ചെയ്തത് ആരാണ്? നമ്മുടെ റോബർട്ട് ബ്രൗൺ ആണ് എന്നുള്ള കാര്യം നമ്മൾ ഓർത്തു. റെഡി? ഇനി ഇവിടെ MJ ഷ്ലൈഡൻ, പ്ലാൻ ബോഡി ഈസ് മെയ്ഡ് അപ്പ് ഓഫ് സെൽ എന്ന് പറഞ്ഞ ആളാണ്. അപ്പോൾ ആനിമൽ ബോഡി അല്ലെങ്കിൽ ജന്തു ശരീരം കോശങ്ങൾ കൊണ്ട് നിർമ്മിച്ചത് ആരെന്ന് പറഞ്ഞത് ആരായിരിക്കും? നമ്മുടെ ശ്വാനാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഇത്രയും ശാസ്ത്രജ്ഞന്മാരെ കുറിച്ച് പഠിച്ചില്ലേ. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസിൻ്റെ ഉദ്ദേശം അത് തന്നെയാണ്. നിങ്ങൾ 1 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ആണെന്ന് കരുതി ആ 1 മാർക്കല്ലേ എന്ന് കരുതരുത്. നമുക്ക് അവിടെ ഇത്രയും ഇൻഫോർമേഷൻസ് പഠിക്കാനുണ്ട്. ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ, റീഡ് ദ സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, സ്റ്റേറ്റ്മെൻറ്റ്സ് ഗിവൻ ബിലോ, മേക്ക് കറക്ഷൻസ് ഇഫ് എനി ഇൻ ദ പോർഷൻ അണ്ടർലൈൻ. നമ്മൾ നേരത്തെ ചെയ്ത പോലത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ്. അടിവരയിട്ട ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ തിരുത്തുക. ഓക്കെ, അപ്പം കോഡേറ്റ ആസ് എ ഫൈലം. ശരിയാണ്, കോഡേറ്റ എന്ന് പറയുന്നത് ഒരു ഫൈലമാണ്.
Then genus is a group of organisms that can produce fertile offspring through sexual reproduction. ആണോ മക്കളെ? ജീനസ് എന്ന് പറയുന്ന ഗ്രൂപ്പിലുള്ളവർക്ക് തമ്മിൽ പ്രത്യുൽപാദനം നടത്തിയിട്ട് ഒരു ലൈംഗിക ശേഷിയുള്ള ഒരു ഓഫ്സ്പ്രിങ്, ഒരു കുഞ്ഞിനെ ഉണ്ടാക്കാൻ പറ്റുമോ? പറ്റില്ല. കാരണം എന്താണ്? ഇപ്പം നമ്മൾ ജീനസ്, ഏതെങ്കിലും നിങ്ങളൊരു ജീനസ് എടുത്തോളൂ. നമ്മളുടെ ഇപ്പം ഫെലിസ് എടുക്കാം. ഫെലിസ് എന്ന് പറയുന്ന ജീനസിനകത്ത് നമുക്ക് ആരൊക്കെ വരുന്നുണ്ട്? ഫെലിസ് വേണ്ട, നമുക്ക് പാന്തറ എന്ന് പറയുന്നത്, നമുക്കൊരു എക്സാമ്പിൾ പറയാനാണ് കേട്ടോ. പാന്തറ എന്ന് പറയുന്ന ഒരു ജീനസ് എടുക്കുകയാണെങ്കിൽ അത് നമ്മുടെ ടൈഗർ, സിംഹം, അതുപോലെ നമ്മുടെ പുള്ളിപ്പുലി, ഇവരെല്ലാവരും വരുന്നൊരു ജീനസാണ് പാന്തറ. പക്ഷെ അവർക്ക് തമ്മിൽ റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമോ? സിംഹവും ടൈഗറും കൂടി റീപ്രൊഡ്യൂസ് ചെയ്യുമോ? ഇല്ല. അങ്ങനെ റീപ്രൊഡ്യൂസ് ചെയ്യാതെ തന്നെ അതൊരു ഫെർട്ടൈൽ ഓഫ്സ്പ്രിങ് ആയിരിക്കില്ല. കാരണം ഇത് രണ്ടും വേറെ വേറെ സ്പീഷീസാണ്. അപ്പം ഇവിടെയാണ് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റുണ്ട്. അപ്പം നമുക്കിവിടെ ജീനസ് എന്ന് മാറ്റിയാൽ പ്രശ്നം കഴിഞ്ഞു അല്ലേ? നമുക്കിവിടെ എന്ത് മാറ്റാം? ജീനസിന് പകരം ഇവിടെ നമ്മൾ സ്പീഷീസ് എന്ന് തിരുത്തുന്നു. അപ്പോൾ സ്പീഷീസ് എന്താണ്? സ്പീഷീസ്. അപ്പോൾ സ്പീഷീസ് എന്ന് ആക്കി കഴിഞ്ഞാൽ ഇത് ശരിയായി. എങ്ങനെ ശരിയായി? സ്പീഷീസ് ഇസ് എ ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസം ദാറ്റ് ക്യാൻ പ്രൊഡ്യൂസ് ഫെർട്ടൈൽ ഓഫ്സ്പ്രിങ് ത്രൂ സെക്ഷൽ റീപ്രൊഡക്ഷൻ. ശരിയായല്ലേ? അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യുന്നു? ആ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് നമ്മൾക്ക് കറക്റ്റ് ആക്കാനുണ്ടായിരുന്നത്. അത് നമ്മൾ എന്ത് ചെയ്തു? കറക്റ്റാക്കി. അവിടെ സ്പീഷീസ് എന്നാക്കിയാൽ പ്രശ്നം കഴിഞ്ഞു. ഇനി അടുത്തത് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ജീനസ് ജോയിൻസ് ടു ഫോം ഫാമിലി. അത് ശരിയാണല്ലേ? കാരണം നമ്മുടെ കീപ് ഓർ ക്ലീൻ ഓർ ഫാമിലി ഗെറ്റ് സിക്ക്, ആ ഒരു കോഡ് ഇവിടെ എൻ്റെ മക്കൾ എഴുതി വെക്കുക. കീപ് പോട്ട് ക്ലീൻ ഓർ ഫാമിലി ഗെറ്റ് സിക്ക്. ഓക്കെ, അവിടെ എഴുതിയിട്ട് കാണുന്നുണ്ടാവില്ലേ അല്ലേ? അപ്പം മിസ് ഇവിടേക്ക് എഴുതുന്നുണ്ട് കീപ് പോട്ട് ക്ലീൻ ഓർ ഫാമിലി ഗെറ്റ് സിക്ക്. അപ്പോൾ നിങ്ങളിത് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത്? ജീനസ് ജോയിൻ ടു ഫോം ഫാമിലി. ശരിയാണ്. ഒരേപോലെയുള്ള ജീനസുകൾ ചേർന്നിട്ടാണ് ഫാമിലി ഉണ്ടാവുന്നത്. നേരെ തിരിച്ചു പറയാം, ഒരേപോലത്തെ ഫാമിലികൾ ചേർന്നിട്ടാണ് ഓർഡർ ഉണ്ടാവുന്നത്. ഒരേപോലത്തെ ഓർഡർ ചേർന്നിട്ടാണ് ക്ലാസ് ഉണ്ടാവുന്നത്. ഒരേപോലത്തെ ക്ലാസ് ചേർന്നിട്ടാണ് ഫൈലം ഉണ്ടാവുന്നത്. ഒരേപോലത്തെ ഫൈലംസ് ചേർന്നിട്ടാണ് കിങ്ഡം ഉണ്ടാവുന്നത്. ഒരേപോലത്തെ സ്പീഷീസുകൾ ചേർന്നിട്ടാണ് ജീനസ് ഉണ്ടാവുന്നത്. ഏകദേശം ഒരേപോലത്തെ, എല്ലാം നമുക്ക് ഒരേപോലത്തെ എന്ന് പറയാൻ പറ്റില്ല. ഏകദേശം സിമിലാരിറ്റി ഉള്ള ആൾക്കാരെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ഗ്രൂപ്പിലാക്കുന്നു. റെഡി? ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ, ഇതൊരു 2 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇത് നമ്മളോട് പറഞ്ഞിരിക്കുന്ന ആരെക്കുറിച്ചാണ്? ദ വേരിയസ് ലെവൽസ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഹ്യൂമൻ ബീയിങ്സ്. ഇത് മക്കളെ നമ്മളെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട്. നമ്മളുടെ ഈ ഒരു ചാപ്റ്ററിൻ്റെ ഒരു ഭാഗത്ത് വെച്ചിട്ട് ഹ്യൂമൻ ബീയിങ്സിൻ്റെ ആ ഒരു വർഗീകരണ തലം എഴുതാൻ വേണ്ടിയിട്ട്. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുള്ള ഒന്നും തന്നെ എൻ്റെ മക്കളെ മിസ്സാക്കരുത്. അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് ടെക്സ്റ്റ് ബുക്കിലുള്ള ഓരോ പോർഷനും. റെഡി? അപ്പോൾ നമുക്കിവിടെ നോക്കാം. അപ്പോൾ മനുഷ്യന്മാരെ കുറിച്ച് അത് നമുക്ക് വലിയ പ്രശ്നമില്ല, നമുക്ക് അറിയുന്നത് തന്നെയായിരിക്കും. അപ്പോൾ ഡൊമെയിൻ യൂക്കാരിയ, നോ ഇഷ്യൂ. കിങ്ഡം ഏതാണ്? നമ്മളൊക്കെയുള്ള കിങ്ഡം അല്ലേ? നമ്മൾ ഏതാണ്? ആനിമൽസ് ആണ്. സോ നമ്മൾ എന്ത് പറയും? ആനിമേലിയ. കിങ്ഡം ആനിമേലിയ. ദെൻ അടുത്ത് നോക്കിക്കേ, ഫൈലം അവർ തന്നിട്ടുണ്ട്. ദെൻ ക്ലാസ് അല്ലേ? നമ്മളെന്താ? കുഞ്ഞുങ്ങളെ മുലയൂട്ടി വളർത്തുന്ന ആൾക്കാരാണ്. സോ നമ്മൾ പറയും ക്ലാസ് മാമൽസ്, ക്ലാസ് മെമേലിയ എന്ന് പറയും. റെഡി? ഇനി അടുത്തത് ഓർഡർ തന്നിട്ടുണ്ട്, ഫാമിലി തന്നിട്ടുണ്ട്. ജീനസും സ്പീഷീസും അവരുടെ ശാസ്ത്രീയ നാമം അറിഞ്ഞാൽ നമുക്ക് കിട്ടും അല്ലേ? മനുഷ്യന്മാരുടെ ശാസ്ത്രീയ നാമമാണ് ഹോമോ സാപ്പിയൻസ്. അപ്പോൾ ഹോമോ സാപ്പിയൻസ് ആണ് അവരുടെ ശാസ്ത്രീയ നാമമെങ്കിൽ അവരുടെ ജീനസ് ഏതാണ്? ഹോമോ. സ്പീഷീസ് ഏതാണ്? സാപ്പിയൻസ്, ഹോമോ. കിട്ടിയില്ലേ? മലയാളത്തിൽ മിസ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഹോമോ സ്പീഷീസ് എന്നാണ് മിസ് ഇവിടെ എഴുതിയത്. ഹോമോ സാപ്പിയൻസ് ആണ്. ഹോമോ സാപ്പിയൻസ്. റെഡി അല്ലേ? അപ്പോൾ ആനിമേലിയ ആണ് കിങ്ഡം, ക്ലാസ് ഏതാണ്? മമേലിയ ആണ്. ദെൻ ഹോമോ ആണ് ജീനസ്, സാപ്പിയൻസ് ആണ് അവരുടെ സ്പീഷീസ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ അഗെയിൻ നമുക്കൊരു 2 മാർക്കിൻ്റെയാണ്. മിസ് പറഞ്ഞില്ല ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു ഡയഗ്രാംസ് നിങ്ങൾ മിസ് ചെയ്യരുതെന്ന് പറയാൻ കാരണം ഇതുണ്ടോ, ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് അങ്ങനെ തന്നെ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ എന്താണോ അതേ സെയിം സാധനം നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് എ ഫില്ല് ചെയ്യണം, അതേപോലെ നമുക്കിവിടെ ബി ഫില്ല് ചെയ്യണം, സി ഫില്ല് ചെയ്യണം, ഡി ഫില്ല് ചെയ്യണം. ഇത്രയും കാര്യങ്ങളാണ് ഗ്യാപ്പ് ഇട്ട് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഇത് നമ്മളുടെ ആരുടെ ക്ലാസിഫിക്കേഷനാണ്? കാൾ വൂസ് അല്ലേ? ഇത് അവിടെ തന്നിട്ടുണ്ട്. കാൾ വൂസിൻ്റെ 6 കിങ്ഡം 3 ഡൊമെയിൻ. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു ഡൊമെയിൻ ബാക്ടീരിയ എന്ന് പറയുന്ന ഡൊമെയിൻ മാത്രമേ തന്നിട്ടുള്ളൂ. വേറൊരു ഡൊമെയിനാണത് ആർക്കി തന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ വേറൊരു ഡൊമെയിൻ നമുക്ക് ഏതാ ഉള്ളത്? ബാക്ടീരിയനാണ് അദ്ദേഹം എന്ത് ചെയ്തത്? ആർക്കി ആൻഡ് ബാക്ടീരിയ എന്നാക്കിയത്. അപ്പോൾ നമുക്കിവിടെ യൂകാരിയ എന്ന് പറയുന്ന ഡൊമെയിൻ ഉണ്ടല്ലേ, യൂകാരിയ. അപ്പോൾ നമുക്ക് സി കിട്ടി. സി എന്താണ്? യൂകാരിയ ആണ് നമ്മളുടെ ഡൊമെയിൻ. ഇനി നമുക്ക് കിങ്ഡംസ് ആണ് ഫില്ല് ചെയ്യാനുള്ളത്. അപ്പോൾ ആർക്കി എന്ന് പറയുന്ന ഡൊമെയിനിൽ നമുക്ക് എന്താണ്? ആർക്കി എന്ന് പറയുന്ന കിങ്ഡം. റെഡി? ആൻഡ് ബാക്ടീരിയ എന്ന് പറയുന്ന ഡൊമെയിനിൽ ബാക്ടീരിയ എന്ന് പറയുന്ന കിങ്ഡം. ദെൻ ഇവിടെ നമുക്ക് ഫംഗൈ ഉണ്ട്, പ്ലാന്റ് ഉണ്ട്, ആനിമേലിയ ഉണ്ട്. പിന്നെ ഇതിൽ വരാത്തത് ആരാ? ഇതിൽ വരാത്തത് നമ്മുടെ സ്വന്തം പ്രൊട്ടിസ്റ്റ.
പ്രൊട്ടിസ്റ്റ. റെഡി? അപ്പോൾ അതേ നമ്മൾ കറക്റ്റായിട്ട് ഫില്ല് ചെയ്തു. ബാക്ടീരിയ ആണ് നമ്മളുടെ കിങ്ഡം വരുന്നത് എ. ദെൻ ആർക്കി ആണ് ആ കിങ്ഡം, ആർക്കിയുടെ ഡൊമൈനിൽ വരുന്ന കിങ്ഡം ആർക്കി. ദെൻ യു ക്യാരി ആണ് നമ്മളുടെ ഡൊമൈൻ, അതിൽ നമുക്ക് മിസ് ഔട്ട് ആയത് ആരാണ്? പ്രൊട്ടിസ്റ്റ. റെഡി? ഇനി അടുത്തത് ദ ക്ലാസ് ഇൻ വിച്ച് ഇൻക്ലൂഡ് ലയൺ ആൻഡ് റാബിറ്റ്, അതായത് നമ്മുടെ ലയൺ സിംഹവും നമ്മുടെ മുയലൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്ന ക്ലാസ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവരെല്ലാവരും കുഞ്ഞുങ്ങളെ പാലൂട്ടി വളർത്തുന്നവർ തന്നെയാണ്. അപ്പോൾ ഇവരുടെ ക്ലാസ് ഏതാണ് വരിക? ക്ലാസ് മെമ്മേലിയ. ക്ലാസ് മെമ്മേലിയ. റെഡി? ഇതാണെങ്കിൽ ഫെലിഡെ. കിട്ടിയില്ല മക്കളെ? ഓക്കെ, യെസ്. ഓക്കെ, ഇനി നമ്മളിതാ ഇത് 3 എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 3 മാർക്കാണ് കിട്ടുക. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു പോർഷനും ഒരു ഭാഗവും തന്നെ സ്കിപ്പ് ചെയ്യരുതെന്നാണ് ഇതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ, ഇതൊരു 2 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മളോട് പറഞ്ഞ എന്താണ്? അറേഞ്ച് ദ ടേംസ് ഇൻ ദ ബോക്സ് അപ്രോപ്രിയേറ്റ്ലി ഇൻ ദ ടേബിൾ ഗിവൺ ബിലോ. അപ്പോൾ ഇവിടെ ഇവിടെ ഒരു ബോക്സ് ഉണ്ട്. ഈ ബോക്സിൽ തന്നിരിക്കുന്ന സാധനങ്ങൾ ഈ ടേബിളിൽ കറക്റ്റായിട്ട് അറേഞ്ച് ചെയ്യാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ടേബിളിൽ എന്താ തന്നെ നമ്മൾ അറിയണ്ടേ? അപ്പോൾ മിസ് ഇവിടെ മലയാളം മീഡിയത്തിൻ്റെ ടേബിൾ മിസ് ഉണ്ടാക്കാം. ഓക്കെ, അപ്പോൾ മലയാളം മീഡിയത്തിൻ്റെ ടേബിൾ മിസ് ഉണ്ടാക്കിയിട്ടുണ്ടേ. ഇനി നോക്കിക്കേ, ഇവിടെ നമുക്ക് ആരൊക്കെ തന്നിട്ടുണ്ട്? കൗ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബോസ് ടോറസ്, അതായത് അതിൻ്റെ ശാസ്ത്രീയ നാമം അല്ലെ സയൻറ്റിഫിക് നെയിമാണ് തന്നത്. അപ്പോൾ ഇവിടെയുള്ള ആൾക്കാരുടെ ശാസ്ത്രീയ നാമമാണ് നമ്മളിവിടെ എഴുതേണ്ടത്. അപ്പോൾ നമ്മുടെ കാഷിയ ഫിസ്റ്റുല ആരുടെയാണ്? നമ്മുടെ കണിക്കൊന്നയുടെ സയൻറ്റിഫിക് നെയിമാണ് ഇത് കാഷിയ ഫിസ്റ്റുല അല്ലേ. അപ്പോൾ നമ്മളിവിടെ എഴുതുന്നു കണിക്കൊന്ന. കണിക്കൊന്നയുടെ പേരാണ് കാസിയ ഫിസ്റ്റുല. റെഡി? അപ്പോൾ കൈകൊണ്ട് എഴുതുമ്പോൾ നമ്മൾ അടിവരയിടണം. ഓക്കെ, ഇനി അടുത്തത് എന്താ? അപ്പോൾ നമ്മുടെ കാസിയ ഫിസ്റ്റുല പോയി, കണിക്കൊന്ന പോയി. ഇനി ഓൾറെഡി കൗ നമുക്ക് ഇവിടെ അവർ എഴുതിയിട്ടുണ്ട്. കൗ നമുക്ക് ഓൾറെഡി എഴുതിയതുകൊണ്ട് മിസ് അത് വെട്ടാണ്, അവർ എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ഇനി നമുക്കുള്ളത് നമ്മുടെ കാക്ക അല്ലേ. ക്രോയുടെ സയൻറ്റിഫിക് നെയിമാണ് ഇത്. ക്രോയുടെ സയൻറ്റിഫിക് നെയിമാണ് കോർവസ് സ്പ്ലെൻഡൻസ്. കോർവസ് സ്പ്ലെൻഡൻസ്. റെഡി? അത് നമ്മൾ എഴുതി. ഇവിടെ നമുക്ക് ഫെലിസ് ഡൊമസ്റ്റിക്കസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പൂച്ചയുടെയാണ്, പക്ഷേ പൂച്ചയുടെ പേരിവിടെ തരാത്തതുകൊണ്ട് നമ്മൾ എഴുതണ്ട. അങ്ങനെ ആ 2 എണ്ണം നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഫില്ല് ചെയ്തു. ഏതൊക്കെയാണ്? നമ്മുടെ കണിക്കൊന്ന എന്ന് പറയുമ്പോൾ കാസിയ ഫിസ്റ്റുല, പിന്നെ നമ്മളുടെ കാക്കയുടേതാണ് കോർവസ് സ്പ്ലെൻഡൻസ്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ, ഇത് അഗെയിൻ ഒരു 2 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഓഫ് ദ ലെവൽ ഓഫ് ക്ലാസിഫിക്കേഷൻ ഓഫ് കോക്കനട്ട് പാം. അപ്പോൾ നമ്മുടെ തേങ്ങയുടെ തന്നെ മക്കൾ ശ്രദ്ധിക്കുക, ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നതാണ്. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിലുള്ളത് അങ്ങനെ തന്നെ നിങ്ങളുടെ എക്സാമിന് ഈ ചാപ്റ്ററിന് ചോദിക്കും, ഒരു ഭാഗവും വിട്ട് കളയരുത് കേട്ടോ. ഓക്കെ, അപ്പം നമുക്ക് നോക്കാമല്ലോ. അപ്പോൾ ഇവിടെ കിങ്ഡം തന്നിട്ടുണ്ട്. അപ്പോൾ കിങ്ഡത്തിന് താഴെ ആരാ വരിക? ഒരു സംശയം വേണ്ട, ഫൈലം അല്ലേ. പിന്നെ ക്ലാസ് അവർ തന്നിട്ടുണ്ട്. ക്ലാസ് കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങൾക്ക് അഥവാ സംശയം ഉണ്ടെങ്കിൽ ഇത് എഴുതാം, കീപ് പോട്ട് ക്ലീൻ ഓർ ഫാമിലി ഗെറ്റ് സിക്ക്. അപ്പോൾ നമുക്ക് ആ ഒരു ഓർഡർ മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഇവിടെ കാൽസിനെ തന്നിട്ടുണ്ട്. അപ്പം കിങ്ഡം കഴിഞ്ഞു, ഫൈലം കഴിഞ്ഞാൽ ശരിക്കും വരേണ്ടത് ഏതാണ്? നമ്മുടെ ക്ലാസ് ആണ് അല്ലേ. ക്ലാസ് ഇവിടെ തന്നിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്ക് ഓർഡർ ആണ് അല്ലേ. പക്ഷേ നമ്മുടെ പ്ലാൻസിൻ്റെ കാര്യത്തിൽ എന്താണ്? ഓർഡറിന് പകരം അവർക്ക് സീരീസ് എന്ന് പറയുന്ന ഒരു ടേമാണ് സീരീസ്. അപ്പോൾ നമ്മൾ സീരീസ് എന്ന് എഴുതി. ദെൻ അടുത്തത് എന്താണ്? ഫാമിലിയാണ് അല്ലേ. എരക്കേസി എന്ന് പറയുന്നത് അവരുടെ ഫാമിലി. ദെൻ ഇവരുടെ ജീനസ് എന്താണ്? നമ്മളുടെ കോക്കനട്ടിൻ്റെ സയൻറ്റിഫിക് നെയിം നമ്മൾ നേരത്തെ ഫസ്റ്റ് ഒരു ക്വസ്റ്റ്യനിൽ കണ്ടിട്ടുണ്ടായിരുന്നു, കോക്കോസ് ന്യൂസിഫെറ. അപ്പോൾ ഇവരുടെ ജീനസ് നെയിമാണ് കോക്കോസ്. കിട്ടിയില്ലേ? അപ്പോൾ അതെ ഫൈലമാണ് നമുക്കിവിടെ കണ്ടുപിടിക്കാൻ ഉണ്ടായിരുന്നത്. ഫൈലം നമ്മൾ എഴുതി. പിന്നെ സീരീസ്, ഫാമിലി, ജീനസ് എന്താണ്? കോക്കോസ്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ, ഇതും നമുക്ക് എഗെയിൻ ഒരു 2 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സയൻറ്റിസ്റ്റിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാച്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. നമ്മുടെ ഈ ക്ലാസിഫിക്കേഷനിൽ നമുക്ക് ഒത്തിരി കോൺട്രിബ്യൂഷൻസ് കൊടുത്തിട്ടുള്ള കുറേ ശാസ്ത്രജ്ഞന്മാരുണ്ട്. അപ്പോൾ അവരുടെ കോൺട്രിബ്യൂഷൻസ് കറക്റ്റായിട്ട് മാച്ച് ചെയ്യണം. നോക്കാമല്ലോ. അപ്പോൾ കാൽ വൂസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിൽ ആ ഒരു 3 ഡൊമൈൻ 6 കിങ്ഡം ക്ലാസിഫിക്കേഷൻ വന്ന് കാണാം. അപ്പോൾ കാൽ വൂസിനെ മിസ് ദേ ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ മാച്ച് ചെയ്തു, 6 കിങ്ഡം. അപ്പോൾ അടുത്ത ആളാരാണ്? നമുക്ക് ജോൺ ഡ്രേ ആണ് നമ്മളുടെ സ്പീഷീസ് എന്ന ടേം അല്ലെ, ആ ഒരു പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത്. ദേ യൂസ്ഡ് സ്പീഷീസ് ടേം ഫോർ ദ ഫസ്റ്റ് ടൈം. ഇനി അടുത്തത് ആരാണ്? നമ്മുടെ തിയോഫ്രേസ്റ്റസും ഉണ്ട്, RH വിറ്റേക്കറും ഉണ്ട്. അപ്പോൾ RH വിറ്റേക്കറിനെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നമ്മളുടെ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. അപ്പോൾ അദ്ദേഹം അതും കൊണ്ടുപോയി. ഇനി തിയോഫ്രേസ്റ്റസ് ആണ് എന്ത് ചെയ്തിട്ടുള്ളത്? നമ്മളുടെ പ്ലാന്റ്സിനെ ബൈനിയൽസ്, ആനുവൽസ്, പെരിനിയൽസ് എന്ന് ക്ലാസിഫൈ ചെയ്തു.
പിന്നെ ഇവിടെ ഒരാളും കൂടി ഉണ്ട്, റെഡ് ബ്ലഡ് സെൽസ് ഉള്ളവർ ഇല്ലാത്തത്. അതായത് അരിസ്റ്റോട്ടിലാണ്, പക്ഷേ അരിസ്റ്റോട്ടിലിൻ്റെ പേര് ഇവിടെ തരാത്തതുകൊണ്ട് അത് വേണ്ട. അപ്പോൾ അതെ, കാൾ വൂസ് നമ്മൾ ആർക്ക് കൊടുക്കുന്നു? 6 കിങ്ഡം ക്ലാസിഫിക്കേഷൻ കൊടുക്കുന്നു. ജോൺ റേ ആണ് സ്പീഷീസ് എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത്. തിയോഫ്രേസ്റ്റസ് ആണ് സസ്യങ്ങളെ ഏകവർഷികൾ ദ്വിവർഷികൾ എന്ന് തരംതിരിച്ചത്. പിന്നെ നമ്മുടെ RH വിറ്റേക്കർ ആണ് 5 കിങ്ഡം വർഗീകരണം. ഓക്കെ, അപ്പോൾ ഈ ആൾക്കാരൊന്നും മറന്നു പോകരുത്, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതോടുകൂടിയിട്ട് നമ്മുടെ ഈ ചാപ്റ്ററിൻ്റെ ടോപ്പ് 10 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞിരിക്കുകയാണ്. ഇതെൻ്റെ മക്കൾക്ക് ഈസി ആയി യൂസ്ഫുൾ ആയി എന്ന് മിസ് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ആ ശാസ്ത്രജ്ഞന്മാരുടെ ഭാഗങ്ങൾ, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള വർഗീകരണ തലങ്ങൾ, അതെന്തായാലും ചോദ്യം വരുന്നതാണ്, അതെന്തായാലും നോട്ട് ചെയ്ത് വെക്കുക. ഇനി നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാനുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് മിസ് ഇവിടെ കാണിക്കുന്നത്. ഇത് കറക്റ്റായിട്ട് കമൻറ്റ് ചെയ്യുക. അതേപോലെ ഇന്ന് വൈകിട്ടുള്ള നമ്മുടെ ലൈവ് ഒരു കാരണവശാലും മിസ് ചെയ്യരുത്. നമ്മുടെ ക്രിസ്മസ് എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലൈവാണ്. ഓക്കെ, ഇനിയിപ്പോൾ എക്സാം അടുക്കുന്തോറുമുള്ള നമ്മുടെ ചാനലിൽ ഒരു ലൈവുകളും എൻ്റെ മക്കളെ മിസ് ചെയ്യാതിരിക്കുക. ആൻഡ് എൻ്റെ കുട്ടികൾക്ക് കമൻറ്റ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ഇതാണ്: മഷ്റൂമിൻ്റെ ആ ഒരു കിങ്ഡം അല്ലേ, ഫംഗൈ ആണ്. അങ്ങനെയാണെങ്കിൽ അമീബ ഏത് കിങ്ഡത്തിലാണ് വരുന്നത് എന്നുള്ളത് എൻ്റെ മക്കൾ കമൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പം നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. താങ്ക് യു.